നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ ടി എസ് പ്രശാന്ത് അവർക്ക് ക്ഷേത്രോപദേശക സമിതിയുടെ ഹാർദമായ സ്വാഗതം. നേമം ശിവൻകോവിലെ വളരെ പുരാതനമായ ശിവക്ഷേത്രമാണ്. ധാരാളം ഭക്തജനങ്ങൾ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ കോവിലാണ്. തലയാദിച്ച പുരുത്തപ്പൻ ഒന്നിനൊന്നിന് പുരോഗമിക്കുകയും കീർത്തി കേട്ട് വരികയുമാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഭക്തജന പ്രവാഹം ധാരാളമുള്ള കോവിലാണ് നേമം ശിവക്ഷേത്രം. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവത്തിൽ പങ്കാളികളാവുകയും ഉത്സവ വിജയത്തിനായി സഹകരിക്കുകയും ചെയ്ത ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തളിയാദിച്ചപുരം മഹാദേവന്റെ നാമത്തിൽ ആദ്യമായി ഞാൻ നന്ദി അറിയിക്കട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ നാട്ടിൽ ഐശ്വര്യപൂർണമായി കുടികൊള്ളുന്ന തളിയാദിച്ചപുരം മഹാദേവന്റെ പേരിലുള്ള ഒരു പുരസ്കാര ദാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ പുരസ്കാര ദാന ചടങ്ങിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ സജിത് കുമാറിനെ മഹാദേവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഉത്സവത്തിന്റെ കൺവീനർ പദവി അലങ്കരിക്കുന്ന സതീഷ് കുമാറിനെ മഹാദേവന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം TPRA സെക്രട്ടറി ശ്രീ ഉല്ലാസ് അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഉത്സവത്തിന്റെ പ്രധാന വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്താം. തളിയാദിച്ചപുരം മഹാദേവ പുരസ്കാരം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന മുൻ DGP സെൻകുമാർ സാർ, അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി മഹാദേവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത ചലച്ചിത്ര ഛായാഗ്രാഹകൻ S. കുമാർ സാറിനെ, അദ്ദേഹത്തെയും മഹാദേവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഉത്സവം നടത്തുന്നതിന് വേണ്ടി ക്ഷേത്ര ഉപദേശക സമിതിയോടൊപ്പം നിൽക്കുന്ന ഉത്സവ കമ്മിറ്റി അംഗങ്ങളെയും മാതൃസമിതി അംഗങ്ങളെയും നല്ലവരായ നാട്ടുകാരെയും മഹാദേവന്റെ നാമത്തിൽ ഈ പരിപാടിയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി സെൻകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. നേമം തളിയാദിച്ചപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും അതോടൊപ്പം ശ്രീ കുമാറിന് ആദരിക്കുന്ന ചടങ്ങിൻ്റെയും ഉദ്ഘാടനമാണ് നടക്കേണ്ടത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ, അതുപോലെ ക്ഷേത്രം സെക്രട്ടറി, സ്വാഗതം പറഞ്ഞ മിസ്സിസ് ശ്രീജിത, ശ്രീ ഉല്ലാസ്, റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, മറ്റ് ശ്രീ കുമാർ, മറ്റ് എല്ലാ ബഹുമാന്യ വ്യക്തികളെ,
ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, ക്ഷേത്ര ഉത്സവങ്ങളിലെല്ലാം നിറയെ ജനങ്ങളുണ്ട്. അതായത് പണ്ടൊന്നും ഇല്ലാത്തതുപോലെ ഒരു റിവൈവൽ, വീണ്ടും ഒരു ആവേശം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ ക്ഷേത്രത്തിനാണെങ്കിൽ കുറച്ച് വികസനങ്ങളൊക്കെ നടന്നു. മാത്രമല്ല, ഇന്ന് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു സംസ്കാരം, ആ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. ഋഗ്വേദത്തിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏകം സദ് വിപ്ര ബഹുധാ വദന്തി, സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു, കാണുന്നു, അല്ലെങ്കിൽ ദർശിക്കുന്നു, അതിനെ ആരാധിക്കുന്നു. അതൊക്കെയുള്ളൂ വ്യത്യാസങ്ങൾ. പക്ഷേ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾക്ക് വിവിധ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം വിവിധ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്. പക്ഷെ ആത്യന്തികമായി ഇപ്പം നമ്മൾ മറ്റു പലരും പറയുന്നത് പോലെ ഒരു ബഹുദൈവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ആ ദൈവങ്ങളെല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. ഇപ്പൊ വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായുള്ള പല ഐതിഹ്യങ്ങളിലും കഥകളിലും അതെല്ലാം രചിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് എഴുതി ചേർക്കുകയോ ചെയ്ത ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത് ധാരാളം നിന്ദ്യവസ്തുക്കളുണ്ട്. ഈ നിന്ദ്യവസ്തുക്കളാണ് ജാതി ചിന്തയും അന്ധവിശ്വാസങ്ങളും ഹിംസയും ഒക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത്തരം നിന്ദ്യവസ്തുക്കളെ കണ്ടറിയുവാനും അവയെ ഉപേക്ഷിക്കുവാനുമുള്ള സന്നദ്ധത നമ്മൾക്ക് ഏവർക്കും ഉണ്ടാകണം. ഇന്ന് മഹാശിവരാത്രിയാണ്. മഹാദേവൻ പാർവതിയോട് പറഞ്ഞൊരു കഥയുണ്ട് സ്കന്ദപുരാണത്തിൽ. മഹാദേവൻ എല്ലായ്പ്പോഴും ധ്യാന നിമഗ്നനാണ്. മഹാദേവനായ അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ അദ്ദേഹം പറയുന്നത് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്നതാണ്. അതായത് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനായ ഞാനും എല്ലാം ഗുരുക്കന്മാർ തന്നെ. പക്ഷേ ഞങ്ങൾ ധ്യാനിക്കുന്നത് പരബ്രഹ്മമായ ഏറ്റവും പരമമായ ഗുരുവിനെയാണ്. ഇതാണ് അടിസ്ഥാന തത്വമായിട്ട് സനാതന ധർമ്മത്തിലുള്ളത്. അപ്പോൾ ഇപ്പം ആരെങ്കിലും പറയാണ് നിങ്ങളെല്ലാം 30 മുക്കോടി ദൈവങ്ങൾ, ആ 30 മുക്കോടി ദൈവങ്ങളും എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ സൗകര്യാർത്ഥം. ഇപ്പം എനർജി ആണ് എല്ലാത്തിൻ്റെയും പുറകിൽ. നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ എനർജി എന്ന് പറയൂ, നമ്മൾ ലൈറ്റ് ഇടുന്നു എന്ന് പറയുന്നു. അതുപോലെ ഫാൻ ഇടുമ്പോൾ നമ്മൾ ഫാൻ ഇടുന്നു എന്ന് പറയുന്നു. അത് ഒരേ എനർജി വിവിധ ഫോമുകളിൽ വരുന്നു. അതിനെ ആ ഫോമിൽ നമ്മൾ ആരാധിക്കുന്നു. നമ്മുടെ കൂടുതൽ സൗകര്യത്തിന്, ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ച് ധ്യാനിക്കാനും ആരാധിക്കാനുമുള്ള സൗകര്യത്തിനാണ് ഈ തരത്തിലുള്ള വിവിധ ദേവീദേവന്മാരുടെ സങ്കല്പങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആ കാര്യം നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശ്രീബുദ്ധൻ ദൈവത്തെ കണ്ടുപിടിക്കാനായിട്ട് ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ വളരെ കഠിനമായിട്ടുള്ളൊരു ജീവിതം നയിച്ചു വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. കാരണം എല്ലും തോലും മാത്രമേ ഉള്ളൂ, വയറിൽ ഭക്ഷണമൊന്നുമില്ല, ആകെ അല്പം വെള്ളം കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വിചാരിച്ചിരുന്നത് അങ്ങനെ കഠിനമായ ഒരു രീതി പിന്തുടർന്നാൽ ദൈവത്തെ കാണാൻ സാധിക്കും, അത് എന്താണെന്ന് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ രാത്രി അദ്ദേഹം ഒരു ആൽത്തറയിൽ കിടക്കുന്ന സമയത്ത് അതിലെ 2 പേര് വന്ന് അവിടെ ഇരുന്നു. അപ്പം അതിലെ ഒരാള് മറ്റാളോട് പറയാണ്. അപ്പം അവര് അടുത്ത ഒരു ക്ഷേത്രത്തിൽ പോയിരുന്ന കലാകാരന്മാരാണ്. അപ്പം അതിലൊരാൾ മറ്റേ പറഞ്ഞു, നീ എവിടെ പോയാലും നിന്റെ വീണ ഒന്നുകിൽ നീ കമ്പി മുറുക്കി കെട്ടും, അല്ലെങ്കിൽ നീ കമ്പി വളരെ തളർത്തി കെട്ടും. കമ്പി മുറുക്കി കെട്ടിയാൽ അത് പൊട്ടിപ്പോകും, കമ്പി തളർത്തി കെട്ടിയാണെങ്കിൽ അപശബ്ദമുണ്ടാകും. അതുകൊണ്ട് നീ അത് ഇതിന് മധ്യേ ഒരു രീതിയിൽ കെട്ടണം. അതുകൊണ്ട് നല്ല ശബ്ദം ഉണ്ടാകണം, അത് പൊട്ടിപ്പോകരുത്. ഇത് കേട്ട ബുദ്ധന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി.
അതായത് എക്സ്ട്രീമിലേക്ക് പോകൽ അല്ല വേണ്ടത്, അതേസമയം വേണ്ടത് ഒരു മാധ്യമ മാർഗം സ്വീകരിക്കലാണ്. അതാണ് ബുദ്ധന് കിട്ടുന്ന ആദ്യത്തെ ഒരു അനുഭവം. അതിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം വീണ്ടും തപസ് അനുഷ്ഠിക്കുകയും അതിനുശേഷം എല്ലാ അനുഭവങ്ങളും അദ്ദേഹത്തിന് ലഭ്യമാകുകയും ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാറ്റങ്ങൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അപ്പോൾ ആ സമയത്ത് മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാകണം. ഇപ്പം ഞാൻ പറയുമായിരുന്നു, ചിലയിടത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. മാറ്റങ്ങൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ കഥ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂരാണ്. അവിടെ ഈ ജ്യോത്സ്യന്മാർ, ഇപ്പം ഞാൻ 10-30 വർഷമായിട്ട് തിരുവനന്തപുരത്തുണ്ട്, എങ്കിലും അവിടെ ജ്യോത്സ്യന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യോത്സ്യൻ കവടി നിരത്തിയിട്ടാണ് ജ്യോത്സ്യം പറയുക. അങ്ങനെ കവടി നിരത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു. ഈ കവടി ഇടുന്ന സമയത്ത് ആ പൂച്ച കവടി അനങ്ങുന്ന കണ്ട് നേരെ വന്ന് തട്ടിക്കളിക്കും. അപ്പം കവടി അനങ്ങി മാറിപ്പോകും. അപ്പം ജ്യോത്സ്യന് അത് ഫലം പറയാൻ പറ്റില്ല, കാരണം കവടി അങ്ങനെ ഇട്ടോടത്ത് കിടക്കണമല്ലോ. അപ്പോൾ ജ്യോത്സ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ പൂച്ചയെ പിടിച്ച് ഒരു കൊട്ടയിൽ മൂടി വയ്ക്കും. ആദ്യം ആരെങ്കിലും ജ്യോത്സ്യം നോക്കാൻ വന്നാൽ ജ്യോത്സ്യം ചെയ്യുന്ന ആദ്യത്തെ പണി പൂച്ചയെ പിടിക്കും, കൊട്ടയുടെ അടിയിൽ മൂടിയിടും. അതാണ്. അതിനുശേഷമാണ് കവടി നിരത്തുക. അപ്പോൾ കവടി ആരും തട്ടിക്കളയില്ല, ജ്യോത്സ്യന് കൃത്യമായിട്ട് ഫലം പറയാൻ പറ്റും. ഈ ജ്യോത്സ്യൻ മരിച്ചു, ആ പൂച്ചയും ചത്തുപോയി. ജ്യോത്സ്യൻ്റെ മകൻ ജ്യോത്സ്യനായിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വീട്ടിൽ പൂച്ചയില്ല. ജ്യോത്സ്യം നടത്തുന്നതിന് മുമ്പ് ഇയാൾ എന്ത് ചെയ്യും, അടുത്ത വീട്ടിലൊരു പൂച്ചയെ പിടിച്ചുകൊണ്ട് വന്ന് കൊട്ടയുടെ അടിയിൽ മൂടിയിടും. അതിനുശേഷം ആണ് കവടി നിരത്തുക. ഈ രീതിയിലാണ് നമ്മുടെ പല ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉണ്ടായി വന്നിരിക്കുന്നത്. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനും കൂടി തയ്യാറാകണം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ തന്നെ. ഇന്ന് നിങ്ങൾ ആദരിക്കുന്ന ശ്രീ എസ് കുമാറിനെ ഞാൻ എല്ലാവിധത്തിലും അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഒരു ഛായാഗ്രാഹകൻ എന്ന നിലയിൽ വളരെ പ്രശസ്തി നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇനിയും ഏറ്റവും നല്ല ചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം നിർത്തുകയാണ്. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. ജയ് ശ്രീറാം. ക്യാമറ കൊണ്ട് ചരിത്രമെഴുതിയ ഒരാൾ എസ് കുമാർ എല്ലാ കെട്ടുകാഴ്ചകളിൽ നിന്നും മാറി നിന്ന് കലയെ മാത്രം സ്നേഹിച്ച ഒരു ഛായാഗ്രാഹകൻ. 1978 തിരുനോട്ടം എന്ന സിനിമയിലൂടെ സാക്ഷാത്കരിച്ചപ്പോൾ മറ്റൊരു ഇതിഹാസം കൂടി ജനിച്ചു. നമ്മുടെ സ്വന്തം ലാലേട്ടൻ മോഹൻലാലിന്റെ മുഖം സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി ക്യാമറയിൽ പകർത്തിയ ആളും കൂടിയായി കുമാർ. ലാലേട്ടന്റെ സുഹൃത്തുക്കളുടെ നിർമ്മാണ കമ്പനിയായ ഭാരത് സിനി ഗ്രൂപ്പാണ് ചിത്രം നിർമ്മിച്ചത്. ഈ സിനിമയിലൂടെയാണ് അദ്ദേഹം ഛായാഗ്രഹണം ആവുന്നത്. റിലീസായ ആദ്യ സിനിമ തേനും വയമ്പുമാണ്. ഇതിലും അപ്പുറം ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ അദ്ദേഹം നമുക്ക് മുന്നിൽ സുപരിചിതമായി നിലകൊള്ളുന്നു. വിവിധ ഭാഷകളിൽ കൈനിറയ ചിത്രങ്ങൾ, അവാർഡുകൾ, ചെയ്യുന്ന ജോലിയുടെ പൂർണ്ണതയിൽ മനം നിറഞ്ഞ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് തിളങ്ങുന്ന കലാകാരൻ. മോഹൻലാൽ, പ്രിയദർശൻ, എസ് കുമാർ കൂട്ടുകെട്ട് ഒരു ശക്തിയാണ്. ലാലും പ്രിയനും ഇല്ലാതെ ഒരു എസ് കുമാർ ചിന്തിക്കാനാവില്ല. അത് സൗഹൃദത്തിന്റെ കൂടെ ശക്തിയാണ്. സ്കൂൾ കോളേജ് കാലം കഴിഞ്ഞ് ബാംഗ്ലൂർ PG ചെയ്തുകൊണ്ടിരിക്കെ തന്നെ സ്വന്തമായി ഷോർട്ട് ഫിലിം, ഡോക്യുമെന്ററീസ് എന്നിവ സംവിധാനം ചെയ്യുകയും മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. നെല്ലിക്ക എന്ന സിനിമയ്ക്ക് സ്വതന്ത്ര ഛായാഗ്രഹണം, പിന്നെ ലോഹം, വള്ളിയും പുള്ളിയും തെറ്റി, 1000 കിനാക്കൾ, ഞാൻ പെറ്റ മകൾ എല്ലാം അഭിമാനപൂർവ്വം എടുത്തു പറയേണ്ട സിനിമകളാണ്. പരിണയം എന്ന സിനിമയ്ക്ക് നാഷണൽ ഫിലിം അവാർഡ്, അകലെ, കിലുക്കം എന്നീ സിനിമകൾക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, കിലുക്കത്തിന്റെ തന്റെ ഹിന്ദി പകർപ്പായ മുഷ്കിൽ എന്ന സിനിമയ്ക്ക് ഫിലിംഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഹിന്ദിയിൽ ഒത്തിരി സിനിമകൾ ഛായാഗ്രഹണം ചെയ്തിട്ടുണ്ട്. പട്ടാളം, ഉദയനാണ് താരം എന്നീ സിനിമകൾക്ക് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡും ലഭിക്കുകയുണ്ടായി. TS സെൻകുമാർ സർ, മുൻ പോലീസ് DGP, അഡ്വക്കേറ്റ്, പ്രഭാഷകൻ, എഴുത്തുകാരൻ. ഹൈന്ദവ സംസ്കാരത്തിനെതിരെ മികച്ച അറിവോടുകൂടി നമ്മൾ കേവൽക്ക് മുന്നിൽ നിലകൊള്ളുന്ന സെൻകുമാർ സാറിനെയും ഈ വേദിയിലേക്ക് എടുത്തു പറയേണ്ടതാണ്. നന്ദി. തളിയാദിച്ചപുരം മഹാദേവർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഛായാഗ്രഹകൻ എസ് കുമാറിനെയും നൽകുന്നതിലേക്കായി TP സെൻകുമാർ സാറിനെയും ക്ഷണിച്ചോളൂ.
നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി സെൻകുമാർ സാർ, അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ, സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ശ്രീജിത, ശ്രീ ഉല്ലാസ്, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, പ്രസംഗിച്ചൊന്നും അതിൽ ശീലമില്ല. ഞാൻ ചാടിക്കുളിച്ച ഈ കുളം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം നീന്തലും അടിച്ച് തകർത്ത ഒരു കുളമാണ്. വെളുപ്പിൽ വന്ന് ഇവിടുന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി 41 ദിവസം ശബരിമലയ്ക്ക് മാലയിടുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഉള്ളത്. എൻ്റെ ധാരാളം ഓർമ്മകൾ ഉള്ള എൻ്റെ നാട്ടിൽ എന്നെ ക്ഷണിച്ചത് മുതൽ ഉറക്കം പോയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഇവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. എനിക്ക് പരിചയമുള്ളതാണ് അവിടെ ഉള്ളവരൊക്കെ. ശരിക്കും ഞാൻ കണ്ട ശിവൻകോവിലും ഒക്കെ മാറിപ്പോയി. അതൊക്കെ ശരിക്കും അനുഭവിക്കാനും ഒക്കെ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കൂടിയിരിക്കുന്ന പലർക്കും അത് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ വരുമ്പോൾ ഞാനൊരു ഛായാഗ്രഹനാവുമെന്നും പറഞ്ഞ് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഇവിടെ സിനിമകൾ ചെയ്യുമ്പോൾ പോലും ഈ നാട്ടുമ്പുറത്തിലെ ഞങ്ങളുടെ ഇമേജസ് തന്നെയാണ് കൂടുതലും കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ വെള്ളാരി വക്കിൽ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും എൻ്റെ അച്ഛനോടൊരു ചായക്കട ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ശ്രീധരൻ നായർ കഷ്ടപ്പെട്ട് വളർന്ന് ആ കടകളിൻ്റെ ഫ്രണ്ടിൽ തന്നെ രാത്രികളും ചിലപ്പോൾ ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. വെളുപ്പിലെണീക്കും, സ്കൂളിൽ പോകുന്നതിന് പോയിട്ട് ധാരാളം പേർക്ക് ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചായ അടിച്ച് കൊടുത്തിട്ടുണ്ട്. തിരുനോട്ടം എന്നുള്ള സിനിമയുടെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ജോലി കിട്ടിയതിന് ശേഷം തിരുനോട്ടം എന്നുള്ള സിനിമയുടെ സ്വിച്ച് ഓണിന് വേണ്ടി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ബലാത്കാരമായിട്ട് സുരേഷ് കുമാറും പ്രിയദർശനും ഒക്കെ, പക്ഷെ ഞാൻ ക്യാമറമാൻ ആയിട്ടില്ല, ഞാൻ അസിസ്റ്റൻ്റാണെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ നിർബന്ധിച്ച് സിനിമയിൽ കൊണ്ടുവന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. ആ സിനിമയുടെ സ്വിച്ച് ഓൺ ആറ്റുകാൽ ടെമ്പിളിൽ നടക്കുമ്പോൾ എനിക്കത് അത്ര വലിയ ആവേശമൊന്നും തോന്നിയിട്ടില്ല. ശരിക്കും ഞാനത് അതിൻ്റെ സ്വിച്ച് ഓൺ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ ഉണ്ടായിരുന്നു പുറകിൽ അത് കാണാൻ. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഹൃദയം പറഞ്ഞു പോവുകയുള്ളൂ. മെല്ലാൻ്റെ സ്റ്റുഡിയോയിൽ ജോലിയൊക്കെ ഉണ്ടായിരിക്കുകയും ധാരാളം സുഹൃത്തുക്കളൊക്കെ പരിചയമുള്ള എൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മകൻ ഒരു ക്യാമറമാനാക്കുമെന്നുള്ളത്. കാലങ്ങൾ കഴിഞ്ഞ് പോകുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത്. വളർത്തുമ്പോൾ ശരിയായ രീതിയിൽ വളർത്തുകയും അവിടെ ആഗ്രഹങ്ങൾക്ക് മേലെ ഒരു മകൻ വളർന്ന് പോവുകയും ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും സിനിമകൾക്കാൾ കൂടുതൽ പ്രാധാന്യം എൻ്റെ കുടുംബത്തിനെ കൊടുത്തിട്ടുള്ളൂ. ബോംബെയിൽ ഹിന്ദി സിനിമയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഫ്ലാറ്റ് എടുക്കൂ. ഷാറുഖ് ഖാൻ്റെ ഫിലിമായിരുന്നു അത്, വൺ ടു കാഫൂർ എന്ന ഫിലിമിലാണ്. ഞാനത് എനിക്കൊരു ആവേശമായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ നാട്ടിൽ വന്നതിൻ്റെ ഒരു മെച്ചം മക്കളെ വളർത്താനും നാട്ടുകാരെ അറിയാനും എപ്പോഴും ഒരു പ്രൊഫഷൻ. പല ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ജീവനാണ് എൻ്റെ പാട്ട്, അല്ലെങ്കിൽ എൻ്റെ സംഗീതം, എൻ്റെ എഴുത്തെന്നൊക്കെ പറയുമ്പോൾ ഞാനതിനെതിരാണ്. തീർച്ചയായിട്ടും ഒരു കുട്ടിയെ കൈ പിടിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആ കുട്ടിയല്ല എൻ്റെ ഫ്രണ്ടിൽ പോകുന്നത്, ആ ക്രോസ് ചെയ്യുന്ന ആളാണ് മുമ്പേ പോകുന്നത്, കുട്ടി പിറകിലാണ്. ആ കുട്ടിയുടെ സ്ഥാനത്താണ് ഞാൻ എൻ്റെ പ്രൊഫഷനെ വച്ചേക്കുന്നത്. അങ്ങനെ വയ്ക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായം. കുടുംബമില്ലാതെ ആ പ്രൊഫഷനൊരു സക്സസ് ഉണ്ടാവില്ല. ഏതൊരു പ്രൊഫഷനും കൈകാര്യം ചെയ്യുമ്പോൾ, സിനിമ ആയിരുന്നാലും സാഹിത്യം ഏതായിരുന്നാലും ശരിയില്ല, അത് കൈകാര്യം ചെയ്യുന്നുള്ള യോഗ്യത എന്തെന്നുള്ളത് നമ്മുടെ കുടുംബത്തിനെയും മക്കളെയും അമ്മയും അച്ഛനെയും ഭാര്യയും ഒക്കെ സ്നേഹിച്ച് നടക്കുന്ന ഒരാളിന് മാത്രമേ ആ പ്രൊഫഷൻ്റെ ശരിക്കുള്ള അർത്ഥത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനിക്ക് തന്ന ഞാൻ ഈ പുരസ്കാരം ഞാൻ ആലോചിക്കുമായിരിക്കും, വേർപ്പൊഴുക്കുന്ന ധാരാളം സിനിമകളുടെ
ലൈറ്റ് ബോയ്സിൻ്റെയും അതിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെയും, നിങ്ങൾക്ക് പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും, ഇപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എന്നെ ഇവിടം വരെ ധാരാളം സിനിമകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച പ്രിയദർശൻ ശ്രീമലയിൽ, ധാരാളം സിനിമകൾ, ഭരതേട്ടൻ്റെ സിനിമ ഉണ്ടെന്നൊക്കെ അറിയാം. ആ കാര്യങ്ങളൊക്കെ ധാരാളം സിനിമകൾ ചെയ്തിട്ട് പോലും പണ്ടൊരു മാഗസിൻ എഴുതിയെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ട് സമയത്താണ് സർഗം എന്നുള്ള സിനിമയിൽ വെള്ളി നക്ഷത്രത്തിൽ എഴുതി വന്നു. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ആൾക്കാർ സന്തോഷമായിട്ട് റൂമുകളിൽ കഴിയുമ്പോൾ കുമാർ മാത്രം സിനിമകൾ കഴിഞ്ഞാൽ, ഓരോ സിനിമകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലപ്പറമ്പുകൾ കയറി ഇറങ്ങി സിനിമകളെ മറന്ന് ജീവിക്കുന്നൊരു മനുഷ്യനാണ് എന്ന് പറയുന്നത്. എനിക്കൊരാവശ്യമായിട്ട് തോന്നിയിരുന്നു. അടുത്തടുത്തടുത്ത് സിനിമകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു ബ്രേക്കിന് വേണ്ടി ഞാൻ ഇവിടേക്കാണ്, ഈ പ്രദേശത്താണ് കറങ്ങി എൻ്റെ കൂട്ടുകാരൊപ്പം പോവുകയും ഊറ്റുവഴിയും കാര്യങ്ങളൊക്കെ പൊക്കി എനിക്ക് ധാരാളം, അതാ പറഞ്ഞ് എല്ലാം മാറിയിരിക്കുന്നു. ശരിക്കും ഈ അവാർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ താരങ്ങൾക്ക് വേണ്ടിയും എനിക്ക് സിനിമകൾ തന്ന എല്ലാ സംവിധായകരെയും ഞാൻ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഒരു സാധാരണക്കാരനായിട്ട് വന്ന് ഈ ഒരു അവാർഡ് ഞാനിവിടുന്ന് സ്വീകരിക്കുമ്പോൾ എന്തെങ്കിലും പറയാനായിട്ട് ഞാൻ മറന്നുപോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്തെങ്കിലും കൂടുതൽ എൻ്റെ സംസാരിക്കാനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. ഈ സന്തോഷം ഞാനിവിടെ പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സെൻകുമാർ സാറിൻ്റെ നിന്ന് ഈ അവാർഡ് മേടിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അദ്ദേഹം ഓഫീസറായിരിക്കുമ്പോൾ പോലും അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളല്ല, അതൊരു ആ ഫൈറ്റിൽ നിന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, എനിക്കത്രയും പ്രായമായല്ലോ, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ജനങ്ങളോട് ഉദ്യോഗസ്ഥരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സെൻകുമാർ സാർ. ആ സാറിൻ്റെ നിന്ന് സാറുടെ വരികയും എനിക്ക് എന്നെ വിശ്വാസമില്ല. നിങ്ങളുടെ സിനിമയിൽ കൂടെ ചിലപ്പോൾ എസ് കുമാർ എന്ന് പറഞ്ഞത് ലോക പ്രശസ്തകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സെപ്പോഴും അങ്ങനെ വരില്ല. കാരണം അത്രയും ഉത്തരവാദിത്തമോട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും 1-2 സിനിമകളിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട് ശരിക്കും. അപ്പോൾ സാറിനെ ഞാൻ എൻ്റെ ഒരു വളരെയധികം ഹൃദയം നിറഞ്ഞൊരു സന്തോഷം അറിയിക്കുകയാണ് സാർ. അതൊരു പ്രസംഗ രൂപത്തിലല്ല, ശരിക്കും വലിയൊരു കാര്യമാണ് സാർ എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് ഞാനൊന്ന് ഓർമ്മിക്കുകയാണ്. ശരി, ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും മറന്നു പോവുകയാണ്. ശരിക്കും എൻ്റെ സിനിമകളുടെ തന്ന എല്ലാ ആൾക്കാരുടെയും ജോലിക്കാരുടെയും എല്ലാം വിയർപ്പിൻ്റെ വിലയാണ് എനിക്ക് തന്ന ഈ അവാർഡ്. എൻ്റെ നാട്ടിൽ നിന്നുമാണ് അങ്ങനെ ഒരു അവാർഡ് എനിക്ക് ആദ്യമായിട്ട് തന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും സ്നേഹം ഞാൻ ഇവിടെ അറിയിക്കുന്നു. അത് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ അവാർഡ് തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കും എനിക്ക് തരാനായിട്ട് തീരുമാനിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കലും നന്ദി പറയുന്നു. അടുത്തതായി സെൻകുമാർ സാറിന് ഉപകാരം കൊടുക്കുന്നതിനൊക്കെയായി സെക്രട്ടറി ക്ഷണിക്കുന്നു. അടുത്തതായി പ്രകൃതി സ്നേഹിയും പരിസ്ഥിതി സംരക്ഷണവുമായ സുമേഷ് സാറുകളെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളു. സെൻകുമാർ സാർ. ആശംസകൾ പറയുന്നതിലേക്കായി TPR റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ ഉല്ലാസിനെ ക്ഷണിച്ചോളൂ. ഈ യോഗത്തിൽ ഉദ്ഘാടകനും നമ്മുടെ ഈ ഉപഹാരം നൽകാനുമായി ഇവിടെ എത്തിയ ശ്രീ ഡോക്ടർ TP സെൻകുമാർ സാർ അവർകൾ, അതുപോലെ ഈ ഉപഹാരം സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എസ് കുമാർ എന്ന കുമാറേട്ടൻ, അതുപോലെ ഈ ഉപദേശക സമിതിയുടെ സെക്രട്ടറിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീനിജ,
അതുപോലെ ഈ ഉത്സവം ഇവിടെ സംഘടിപ്പിച്ച നാട്ടുകാർക്ക് വേണ്ടി ഇത്രയും കൂട്ടായ്മ കൂട്ടിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീ സതീഷ് കുമാർ, അതുപോലെ ഇവിടെ ഈ നാടിന് ഒരു അഭിമാനമായ നമ്മുടെ ഈ നാടിന്റെ കുളം എത്രയോ നാള് കാട് പിടിച്ച് പായൽ പിടിച്ച് ആരും നോക്കാനില്ലാതെ ഇങ്ങനെ ഒരു വൃത്തികേടായി കിടന്ന സമയത്ത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് അതെല്ലാം ലാഭേച്ഛ ഇല്ലാതെ ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എൻ്റെ ഒരു ചേച്ചിയുടെ മകനും കൂടിയായ ശ്രീ സുമേഷ്, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയങ്കരായ നേമം നിവാസികളെ, അതുപോലെ തന്നെ ഈ ഉത്സവമായി ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ നാട്ടുകാരെ, നിങ്ങളെല്ലാവർക്കും ഒരു നന്ദി പറയാനും കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇവിടെ വന്ന് നമ്മുടെ ഈ ഉപഹാരം കൊടുക്കാനും ഉദ്ഘാടനം ചെയ്യാനും ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ TP സെൻകുമാർ സാറിന് നമ്മുടെ ഒരു നന്ദി രേഖപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു ശ്രീ TP സെൻകുമാർ സാറിന്. അതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണൻ എന്ന സജിത്, ഇവിടെ ഇത്രയും നല്ല രീതിയിൽ ഒരു ഉത്സവം സംഘടിപ്പിച്ച ഈ ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ എന്ന സജിത്തിന് ഈ യോഗത്തിന്റെ പേരിൽ ആശംസയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ വന്ന് ഈ ഉപഹാരം സ്വീകരിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനും നമ്മുടെ നാട്ടിന്റെ അഭിമാനവും ഈ രാജ്യത്തിന്റെയും ഈ ലോകത്തിന്റെ തന്നെ അഭിമാനമായ ശ്രീ S. കുമാർ അന്ന് കുമാറേട്ടൻ, അദ്ദേഹത്തിന് പ്രത്യേകം വിളിച്ച ഉടൻ തന്നെ ഞാൻ ഉറപ്പായിട്ടും വരും, എന്റെ നാട്ടിൽ ഇതുവരെ ഇങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആവേശമായി. കാരണം അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വരികയും ഇവിടെ വന്ന് ഈ പുരസ്കാരം സ്വീകരിക്കുകയും നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ കഥകൾ പറയാൻ ഒരു അവസരം നമുക്ക് കൊടുക്കാൻ പറ്റിയതും വലിയൊരു അഭിമാനമാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ആശംസയും കൃതജ്ഞതയും ഞാൻ ഈ വേദിയിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈ ഉപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീമതി ശ്രീനിജ, അത് ഇത്രയും അടിച്ചു പൊളിച്ച് ഇവിടെ ഒരു ഉത്സവം നടത്തി കാണിച്ചു കൊടുത്ത നമ്മുടെ പ്രിയങ്കരിയായ സെക്രട്ടറിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ആശംസയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീ സതീഷ് കുമാറിന്റെയും ചുമതല വളരെ വളരെ വിലപ്പെട്ടത് തന്നെയാണ്. സതീഷ് കുമാറിനും ഈ യോഗത്തിന്റെ ഈ നാട്ടുകാരുടെയും എല്ലാവരുടെ പേരിലും കൃതജ്ഞതയും ആശംസയും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ള നാട്ടുകാർക്കും ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്കും ഇവിടെ എത്തിയിട്ടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ആരെയും ഒഴിവാക്കുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് തന്നുകൊണ്ടിരിക്കുന്ന ശ്രീ രാജേഷിനും അതുപോലെ മറ്റാരെങ്കിലും ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ആശംസകളും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, നന്ദി.